ഹലോ ഡിയേഴ്സ്, എല്ലാവരെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചെയ്യുന്നത് വിറകടുപ്പിൽ ഒരു തട്ടിക്കൂട്ട് പാചകമാണ് കേട്ടോ. അത് ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ വളരെ ലളിതമായിട്ട് ചെയ്യുന്ന ഒരു പാചകം വിറകടുപ്പിലാണ്. അതിനുവേണ്ടി ഞാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറിന് വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കലത്തിൽ ചോറിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി കഴുകി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാനൊന്നും നിൽക്കില്ല, ഒരുവിധം ചൂടായി വരുമ്പോൾ തന്നെ അരി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ വിറകടുപ്പിൽ ഇന്ന് പാചകം ചെയ്യാനുള്ള കാരണം കുറച്ച് വേവ് കൂടിയ അരി ഉണ്ടായിരുന്നു. അത് ഈ അടുപ്പിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അരി ഇട്ടപ്പോൾ അത് മാറിപ്പോയി. ഞാൻ സാധാരണ തെർമൽ കുക്കറിൽ വെക്കുന്ന അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ചെടുത്തിട്ട് മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ വിറകടുപ്പിലൊക്കെ മീൻ കറി വയ്ക്കുമ്പം അപാര ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അപ്പം ഞാൻ മുള്ളൻ മീനാണ് കേട്ടോ വെക്കുന്നത്. അതിന് വേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കടുക് ചേർത്തു, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് തേങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി നന്നായിട്ട് 100% അരയ്ക്കില്ല, ഒരു 90-95% ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഒരു 2-3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തു. ഉപ്പും കൂടെ ചേർത്തിട്ട് ഉലുവാപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. അരപ്പ് തിളച്ച് വന്നപ്പോഴേക്ക് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. ഇത് മുള്ളൻ മീനാണ്, കാരലെന്നൊക്കെ പറയും കേട്ടോ ഇവിടെ. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ പകുതി അരി വെന്ത് വരുമ്പോൾ തന്നെയാണ് ഇറക്കി വെച്ചിട്ടാണ് കറികളൊക്കെ വെക്കാറ് പതിവ് കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വേകുന്ന അരി ആയതുകൊണ്ട് ചോറ് വെന്തതിന് ശേഷമാണ് ഞാൻ കറികൾ വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതാ ഈ മീൻ കറിയിലേക്ക് ഒരു മാങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്തു. പിന്നെ 2-3 പച്ചമുളക് അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരല്പം കറിവേപ്പില തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ചെറിയൊരു ഫ്ലെയിമിൽ കിടന്നിട്ട് മീൻ കറി റെഡിയാവട്ടെ. മീൻ കറി ഞാൻ തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കാം. ഒരല്പം ചൂടുണ്ടായിരുന്നു, കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ കറക്റ്റാണ്. മീൻ കറി ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യുന്നത് അവിയലാണ്. അവിയലും ഒരു തട്ടിക്കൂട്ട് അവിയൽ തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു അലുമിനിയത്തിൻ്റെ ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കഷ്ണങ്ങൾ പടവലങ്ങ, വെള്ളരിക്ക, ഏത്തയ്ക്ക, ക്യാരറ്റ്, അങ്ങനെ കുറച്ച് ബീൻസ്, അങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ 2 തക്കാളി, 1-2 പച്ചമുളക്, ഒരു ചെറിയ സവോളയുടെ പകുതി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഞാൻ സാധാരണ അവിയൽ അങ്ങനെ വെള്ളം ചേർക്കാറില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഈ അടുപ്പിന് തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഞാനിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയോ തൈരോ ഒന്നും ഞാൻ അധികം അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. സാധാരണ എൻ്റെ നാട്ടിൽ, അതായത് മലപ്പുറത്ത്, തൈരോ മാങ്ങയോ അല്ലെങ്കിൽ ഒരല്പം വാളംപുളിയോ ഒക്കെ ചേർക്കുന്ന പതിവുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് അത് കാണുന്നില്ല. ഇവിടെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല. ഈ തക്കാളിയുടെ പുളി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ അരയ്ക്കുന്ന പോലെ തന്നെ ജീരകം, വെളുത്തുള്ളി, കാന്താരിമുളക്, തേങ്ങ, ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഒന്നുകൂടി ഞാനൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ തീ കത്തിക്കുന്നില്ല, കനൽ മാത്രമാണ് ഉള്ളത്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് അവിയലിലേക്കൊന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ
ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭയങ്കര സംഭവമായ പാചകമൊന്നുമല്ല. ഞാൻ ഇന്ന് വിറകടുപ്പിൽ ചെയ്യുന്ന ഈ ഒരു കുഞ്ഞു പാചകം നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ റെസിപ്പി ഒന്നും ഇതിലില്ല. ഞാൻ ഇതിന് മുമ്പും ഇതുപോലെ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് എനിക്കിഷ്ടമാണ് അടുപ്പിൽ പാചകം ചെയ്യുന്നത്, വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മൾ വിറകടുപ്പും അല്ലെങ്കിൽ ഈ അടുക്കളയും മറ്റേ മെയിൻ അടുക്കളയുണ്ട്, രണ്ടും കൂടെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് അധികവും ഞാനിതിൽ കത്തിക്കാറില്ല ഇപ്പോൾ. അപ്പോൾ എല്ലാ അരപ്പൊക്കെ ഇളക്കി നല്ല മിക്സ് ചെയ്തെടുത്തു. നോക്കുമ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഈ തവിയുടെ ഈ പിടി കണ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഇതിന്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഈ അരപ്പൊക്കെ എല്ലായിടത്തും മിക്സ് ആയിക്കോളും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കുകയാണ്. ഈ ചിരട്ടത്തവിയിലുള്ള ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതും ഈ വിറകടുപ്പിലെ പാചകം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ. അമ്മിക്കല്ലരയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം കറിവേപ്പില തൂവി കൊടുക്കാം. ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണയോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ അവിയൽ നല്ല ടേസ്റ്റായി വരുന്നത്. ഒരുപാട് കറികളൊന്നുമില്ല കേട്ടോ. മീൻ കറി, അവിയൽ മാത്രം മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2 അച്ചാറും, അതും ഒരു തട്ടിക്കൂട്ട് അച്ചാറാണ് കേട്ടോ. അതുകൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ അവിയലിഞ്ഞ് ഇറക്കി വയ്ക്കുകയാണ്. ഒരു മൺചട്ടിയാണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അടുപ്പിൽ നല്ല കനലും ഒരു ചെറിയ തീ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി പെട്ടെന്ന് തന്നെ ചൂടായി വന്ന് ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. മാങ്ങയും അച്ചാറിടുന്നുണ്ട്. പിന്നെ കുറച്ച് ഇരുമ്പൻ പുളി, ഇതിനാണ് കുറേച്ചേ ഉള്ളൂ കേട്ടോ. അതങ്ങ് അച്ചാറിട്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു അച്ചാറാണ്. ഇരുമ്പൻ പുളി ഇവിടെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ ഒന്ന് എടുത്താണ് ഞാനിത് കേട്ടോ. ഇതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അടുപ്പിലെ പാചകമാകുമ്പം നമ്മൾ ഇതുപോലെ മുളക് പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ തീ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സ്റ്റൗവിലെ പോലെ. അപ്പം ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച മാങ്ങ ചേർത്ത് കൊടുത്തു. സാധാരണ ഞാൻ മാങ്ങ അച്ചാറിടുന്ന സമയത്ത് ഈ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കായപ്പൊടിയും ഉപ്പ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് വയ്ക്കാറുണ്ട്, മിക്സ് ചെയ്ത്. ഇന്ന് അങ്ങനെ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി ഞാൻ ഉപ്പും കായപ്പൊടിയും ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് പൊടികൾ ഒക്കെ ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് അച്ചാർ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഒന്ന് അരിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നന്നായിട്ട് ഒരല്പം ഗ്രേവിയോട് കൂടി നമുക്ക് കിട്ടും. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രം ഉലുവാപ്പൊടി കായപ്പൊടി ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇരുമ്പൻ പുളി അച്ചാർ വയ്ക്കാനായിട്ട് അതേ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുത്തു. കടുക് ചേർത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സൈസ് മുളക്, അതായത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുത്തു. എരിവ് ഒരല്പം കൂടുതൽ ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അച്ചാർ സാധാരണ ചെയ്യുന്നത്. കായപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ്. തീ കുറച്ച് കൂടുതലാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കുകയാണ്. ഇരുമ്പൻ പുളി മാങ്ങയൊക്കെ മോള് കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമായി. ഇനി നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇരുമ്പൻ പുളി അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ പാചകം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. പിന്നെ പച്ചമോരുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിഭവങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേരും
ഹൈപ്പ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം, സ്നേഹം. താങ്ക്